ഇന്ന് നമുക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. എന്താണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കാം. യൂണിവേഴ്സൽ ഗേറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് ബേസിക് ഗേറ്റ്സ് യൂസിങ് നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ്. അപ്പം യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് എൻ്റെ ഹെഡിങ്. അതിൻ്റെ എയിം എന്ന് പറയുന്നത് നാൻഡ് നോർ എന്നീ യൂണിവേഴ്സൽ ഗേറ്റുകൾ ഉപയോഗിച്ച് ബേസിക് ഗേറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ ഏതാണ് ബേസിക് ഗേറ്റ്സ്? ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ നാൻഡ് മാത്രം ഉപയോഗിച്ച് ആൻഡ് ഉണ്ടാക്കുക, നാൻഡ് മാത്രം ഉപയോഗിച്ച് ഓർ ഉണ്ടാക്കുക, നാൻഡ് മാത്രം ഉപയോഗിച്ച് നോട്ട് ഉണ്ടാക്കുക. അതുപോലെ നോറ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ് നോറുമാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നാൻ ഗേറ്റ് ഐ സി വേണം, അതിൻ്റെ പിൻ ഡയഗ്രം വേണം. ഇനി നാൻ ഗേറ്റ് ഐ സി ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നാൻ ഗേറ്റ് ഐ സി. ഐ സിയുടെ നമ്പർ നോക്കിക്കോളൂ, 7400. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ സിയുടെ നമ്പർ. ഇതൊരു കോഡ് നാൻ ഗേറ്റ് ഐ സി ആണ്. അതായത് 4 നാൻ ഗേറ്റുകൾ ഒരു ഐ സിക്കകത്തുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകൾ നമുക്കത് പരിചയപ്പെടാം. ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് 1, 2, അതിൻ്റെ ഔട്ട്പുട്ട് 3 ആണ്. സെക്കൻഡ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ 4, 5 ആണ്, ഔട്ട്പുട്ട് 6. തേർഡ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ 10, 9 ആണ്, ഔട്ട്പുട്ട് 8. ഫോർത്ത് വണ്ണിൻ്റെ 13, 12 ആണ്, 11 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. വി സി സി ഗ്രൗണ്ട് 5 വോൾട്ട് 14 കൊടുക്കുന്നു, 0 വോൾട്ട് അതായത് ഗ്രൗണ്ട് 7 കൊടുക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഐ സിയുടെ ഡയഗ്രാം. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകാം. എങ്ങനെയാണ് നാൻഡ് നോർ ഉപയോഗിച്ച് ബേസിക് ഗേറ്റ്സ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിനകത്ത് ശ്രദ്ധിച്ചോ, ലോജിക് ഗേറ്റ്സ് യൂസിങ് ഓൺലി നാൻ ഗേറ്റ്സ്. ആദ്യത്തെ ആൻ ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു നാൻ ഗേറ്റ് എടുക്കുന്നു, വേറെ നാൻ ഗേറ്റ് എടുക്കുന്നു. ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അടുത്ത നാൻ ഗേറ്റിലേക്ക് 2 പിന്നിലേക്ക് ഒരേപോലെ കൊടുക്കുന്നു. അതായത് ഈ സെക്കൻഡ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, അവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നാൻ ഗേറ്റ് ഐ സി എടുക്കുന്നു. ഐ സി എടുത്തിട്ടുണ്ട്. ഐ സി ഒന്ന് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക, എല്ലാ ലീഡ്സും കറക്റ്റായിട്ട് നേരെയാണോ ഇരിക്കുന്നതെന്നുള്ളത്. എല്ലാ ലീഡ്സും ഉണ്ട്, പക്ഷേ ലീഡ്സ് എല്ലാം നേരെയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം സ്ട്രെയിറ്റൻ ചെയ്യണം. സ്ട്രെയിറ്റ് ആക്കുന്നു, നേരെ വെക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രെഡ് ബോർഡിൽ ഇറങ്ങുമ്പോൾ ഇത് കാല് വളഞ്ഞു പോകും. അപ്പോൾ ഐ സിയുടെ ലീഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? ഇതിൻ്റെ ലീഡ്സ് എല്ലാം അല്ലെങ്കിൽ ഇതിൻ്റെ പിൻസ് എല്ലാം ക്ലീൻ ചെയ്യണം. പിൻസ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും നോക്കണം ഇതിൻ്റെ ലീഡ്സ് കറക്റ്റാണെന്ന്. വളവുണ്ടെങ്കിൽ അത് നേരെയാക്കുക. അതുപോലെ തന്നെ ഒരേ അകലത്തിലായിരിക്കണം, പിൻസ് എല്ലാം ഒരേ അകലത്തിലായിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നോച്ച് ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം. അതിനായിട്ട് സിംഗിൾ സ്റ്റാൻഡ് വയേഴ്സ് എടുക്കുന്നു. വയറുകളുടെ എല്ലാം ലീഡ്സ് ക്ലീൻ ചെയ്യുന്നു. എല്ലാ ലീഡ്സും ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ലീഡ്സ് പ്രോപ്പറാണോ എന്ന് നോക്കുക. അതായത് വളഞ്ഞിട്ടുണ്ടോ, നീളം കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കുക. വളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ വയേഴ്സ് എല്ലാം ഇപ്പോൾ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വി സി സി കൊടുക്കാം. വി സി സി ഏതാണ്? പിൻ നമ്പർ 40. പിൻ നമ്പർ 40ൽ വി സി സി കൊടുക്കുന്നു. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കിറ്റ് ഓഫാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ കിറ്റ് ഓഫാണ്. ഓക്കെ, വി സി സി ഓക്കെ. നെക്സ്റ്റ് ഗ്രൗണ്ട്. ഗ്രൗണ്ട് പിന്നെ ഏതാണ്? 7 കൊടുക്കുന്നു. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻപുട്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാവുള്ളൂ. അതായത് നമുക്ക് 2 നാൻ ഗേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ 2 നാൻ ഗേറ്റ്സും സെപ്പറേറ്റ്ലി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാൻ ഗേറ്റാണ്. ആദ്യത്തെ നാൻ ഗേറ്റ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഇൻപുട്ട് കൊടുക്കുന്നു. ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നു.
ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. VCC, ഇൻപുട്ട്സ്, ഗ്രൗണ്ട് എല്ലാം പ്രോപ്പറാണ്. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഈ സ്വിച്ചുകളെല്ലാം ഓഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് നാൻ ഗേറ്റ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നാൻ ഗേറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നാൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുക്കാം. ഇനി സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. LED കത്തുന്നുണ്ട്, കറക്റ്റാണ്. 0, 0, 1 ഔട്ട്പുട്ടുണ്ട്. ഇനി 0, 1 വെച്ച് നോക്കാം, അപ്പോഴും ഔട്ട്പുട്ടുണ്ട്. അതിനുശേഷം 1, 0 ഔട്ട്പുട്ടുണ്ട്. ലാസ്റ്റ് 1, 1, 1 ഔട്ട്പുട്ടില്ല. അപ്പോൾ ആ നാൻ ഗേറ്റ് കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് നാൻ ഗേറ്റ്, നമുക്ക് 2 നാൻ ഗേറ്റ് വേണം, അത് ചെക്ക് ചെയ്യാം. ഓഫ് ചെയ്യുന്നു, റീകണക്ട് ചെയ്യുന്നു. പിൻ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. 6 ഔട്ട്പുട്ട്, 5ഉം 4ഉം ഇൻപുട്ടുകൾ. ഫൈവും 4 ഇൻപുട്ട്, 6 ഔട്ട്പുട്ട്. ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓഫ് ആക്കുന്നു, ഓൺ ചെയ്യുന്നു. ഔട്ട്പുട്ടുണ്ട്. 0, 1 ഔട്ട്പുട്ടുണ്ട്. 1, 0 ഔട്ട്പുട്ടുണ്ട്. 1, 1 ഔട്ട്പുട്ടില്ല. അപ്പോൾ ഈ നാൻ ഗേറ്റും ഓക്കെയാണ്. ഇനി നമുക്ക് സർക്യൂട്ട് എങ്ങനെ കൊടുക്കാം? സർക്യൂട്ട് ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് നാൻ ഗേറ്റിലേക്ക് ഒരുമിച്ച് കൊടുക്കാം. സ്വിച്ച് ഓഫ് ആക്കുന്നു. അതിനുശേഷം ചെറിയ 2 വയറുകൾ എടുക്കുക. ചെറിയ 2 വയർ എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എൻഡുകൾ പ്രോപ്പറായിരിക്കണം. ചെറിയ വയർ മതി, കാരണം 2 ഇൻപുട്ട് ഷോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ആൻ ഗേറ്റിലേക്ക് ഇൻപുട്ടുകൾ കൊടുക്കുക. പിൻ നമ്പർ 1, പിൻ നമ്പർ 2. ഇപ്പോൾ ഇൻപുട്ടുകൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഈ ഒന്നാമത്തെ നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. 3 ആണ്. 3യിൽ നിന്ന് എടുത്തിട്ട് 4ലേക്കും, അപ്പോൾ ഒരു ഇൻപുട്ട് ഓക്കെ. അതിനുശേഷം 3യിൽ നിന്ന് തന്നെ എടുത്തിട്ട് 5ലേക്കും കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ 1, 2 ഇൻപുട്ട് സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് സെക്കൻഡ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഔട്ട്പുട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് 4ലേക്കും അതേ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെ 5ലേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ആൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഏതാണ്? ഇതാണ് ആൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇതാണോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ചിരിക്കുന്ന നാൻഡാണ്, ഇത് ആൻഡാണ് നമുക്ക് വേണ്ടത്. സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. 0, 0 ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. 0, 1 ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. 1, 0 ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. 1, 1 ഔട്ട്പുട്ട് ഉണ്ടോ? ഉണ്ട്. അതായത് ഈ നാൻ ഗേറ്റ് IC ആൻ ഗേറ്റ് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിച്ചാൽ 1, 1ന് മാത്രമേ ഔട്ട്പുട്ടുള്ളൂ. ഇതിന് 1, 1 വരുമ്പോഴേ ഔട്ട്പുട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റായ നാൻഡ് ഉപയോഗിച്ച് ആൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിക്കും. ഓക്കെ. ഇനി ഇത് നമ്മൾ ഒബ്സർവേഷൻസിൽ എഴുതണം. ഒബ്സർവേഷൻസിൽ കോളംസ് ഉണ്ട് അല്ലേ? ആൻ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് നാൻ ഗേറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 0, 0 കൊടുക്കുമ്പോൾ എന്ത് വന്നു? 0, 1 കൊടുക്കുമ്പോൾ എന്ത് വന്നു? 1, 0 കൊടുക്കുമ്പോൾ എന്ത് വന്നു? 1, 1 കൊടുക്കുമ്പോൾ എന്ത് വന്നു? അത് നിങ്ങൾ എഴുതണം നോട്ട്ബുക്കിൽ. ഓക്കെ. ഇതാണ് ആൻ ഗേറ്റ് IC യൂസിങ് നാൻ ഗേറ്റ്. അപ്പോൾ ആ കോളത്തിൽ നിങ്ങളത് എഴുതുക. അടുത്തത് ഓർ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് നാൻ ഗേറ്റ്. ഓർ ഗേറ്റ് എങ്ങനെയാണ് നാൻ ഗേറ്റ് ഉപയോഗിച്ച് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമുക്ക് ലോജിക് ഡയഗ്രാം എടുക്കാം. ഏതാണ് ലോജിക് ഡയഗ്രാം? ഓക്കെ, ഇതാണ് ലോജിക് ഡയഗ്രാം. ഓർ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷനാണ്. 2 നാൻ ഗേറ്റുകൾ എടുക്കുന്നു, ഇൻപുട്ടുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു, അത് ഓരോ ഇൻപുട്ട് സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ 2ൻ്റെ ഔട്ട്പുട്ട് വേറൊരു നാൻ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ഓർ ഗേറ്റ് യൂസിങ് നാൻ ഗേറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 നാൻ ഗേറ്റ് വേണം. ഓൾറെഡി നമ്മൾ 2 നാൻ ഗേറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്. ഇനി നമുക്ക് 3ാമത്തെ നാൻ ഗേറ്റും കൂടെ ചെക്ക് ചെയ്യണം. അതിനായി നമ്മൾ ഡയഗ്രാം വീണ്ടും എടുക്കുന്നു. 3ാമത്തെ നാൻ ഗേറ്റ് ഇത് 10ഉം 9ഉം ഇൻപുട്ടാണ്, 8 ഔട്ട്പുട്ടാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓഫ് ആണ് കിറ്റ്. ഇൻപുട്ടുകൾ 10ലേക്കും 9ലേക്കും കൊടുക്കുന്നു. 10, 9. ഔട്ട്പുട്ട് ഏതിലാണ്? 8ൽ.
ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ചുകളിൽ ഓഫ് ചെയ്യുന്നു, കിറ്റ് ഓൺ ചെയ്യുന്നു. നാൻ ഗേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നാൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് വേണ്ടത്. 0 0 1 ആണ്. 0 1 1 1 0 1 1 1 0. അതായത് ഈ നാൻ ഗേറ്റും ഓക്കെയാണ്. ഇനി നമുക്ക് സർക്യൂട്ട് അസംബിൾ ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്യുന്നു, സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്യുന്നു. ഓക്കെ, സർക്യൂട്ട് എങ്ങനെയാണ്? ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യണം, എന്നിട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു. അതായത് 1ഉം 2ഉം ഷോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഒരു പോയിൻ്റ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, 1ഉം 2ഉം ഷോർട്ട് ചെയ്യുന്നു, ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഏതാണ്? 4ഉം 5ഉം. അടുത്തത് 4ഉം 5ഉം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ഇതാണ് ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിൻസ് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഈ പിന്നുകൾ തമ്മിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ഹോളിൽ തന്നെ ഇത് ഇൻസർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ്? ഡയഗ്രം നോക്കുക. ഇൻപുട്ടുകൾ രണ്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത നാൻ ഗേറ്റിന് ഇൻപുട്ടായിട്ട് കൊടുക്കുക. അതായത് എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, അതായത് പിൻ നമ്പർ 3യിൽ നിന്നെടുത്ത് എങ്ങോട്ട് കൊടുക്കണം? 10ലേക്ക് കൊടുക്കണം. 10ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, അതായത് പിൻ നമ്പർ 6ൽ നിന്ന് എങ്ങോട്ട് കൊടുക്കണം? ഇതിൻ്റെ 9ലേക്ക് കൊടുക്കണം. ഓക്കെ, ഔട്ട്പുട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നാൻ ഗേറ്റ് ഷോർട്ട് ചെയ്ത് ഒരു ഇൻപുട്ട് കൊടുത്തു. സെക്കൻഡ് നാൻ ഗേറ്റ് ഷോർട്ട് ചെയ്ത് ഒരു അടുത്ത ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് തേർഡ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ടും സെക്കൻഡ് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് തേർഡ് നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ റീചെക്ക് ചെയ്യാം. VCC കറക്റ്റാണ്, ഗ്രൗണ്ട് കറക്റ്റാണ്, ഔട്ട്പുട്ട് കറക്റ്റാണ്, ഇൻപുട്ട് കറക്റ്റാണ്, ഇൻ്റർലിങ്ക് ചെയ്തേക്കുന്ന കണക്ഷൻസ് എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അതിനു മുമ്പ് ഓർ ഗേറ്റ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുക്കുക. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്നു. 0 0 ഔട്ട്പുട്ട് ഉണ്ടോ? ഇല്ല. 0 1 ഔട്ട്പുട്ട് ഉണ്ടോ? ഉണ്ട്. നെക്സ്റ്റ് 1 0 ഔട്ട്പുട്ട് ഉണ്ടോ? ഉണ്ട്. ലാസ്റ്റ് കണ്ടീഷൻ 1 1 ഔട്ട്പുട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ സർക്യൂട്ട് ഓർ ഗേറ്റ് പോലെ ഫങ്ഷൻ ചെയ്യുന്നു. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നാൻ ഗേറ്റ് ആണ്. അപ്പോൾ അത് ഓർ ഗേറ്റ് പോലെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് നമ്മളുടെ ഒബ്സർവേഷനിലേക്ക് എഴുതണം. ഇതാണ് ഒബ്സർവേഷൻ ടേബിൾ. ഇതിൻ്റെ അകത്ത് ഓർ ഗേറ്റ് എന്നുള്ളൊരു ഹെഡിങ് ഉണ്ട്. ഓർ ഗേറ്റ് യൂസിങ് നാൻ ഗേറ്റ് ഉപയോഗിച്ചുള്ള ഓർ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 0 0 കൊടുക്കുമ്പോൾ എന്ത് വന്നു? 0 1 കൊടുക്കുമ്പോൾ എന്ത് വന്നു? 1 0 കൊടുക്കുമ്പോൾ എന്ത് വന്നു? 1 1 കൊടുക്കുമ്പോൾ എന്ത് വന്നു? അപ്പോൾ ഇത് എഴുതണം കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർ ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ആക്കുന്നു. ഇനി ലാസ്റ്റ് നോട്ട് ഗേറ്റ് എങ്ങനെയാണ്? ഡയഗ്രം എടുക്കുന്നു. നോട്ട് ഗേറ്റ് പ്രകാരം ഒരു നാൻ ഗേറ്റിൻ്റെ 2 ഇൻപുട്ടുകളും ഷോർട്ട് ചെയ്ത ശേഷം ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. നമുക്ക് സർക്യൂട്ട് വയർ ചെയ്ത് നോക്കാം. ഇതെല്ലാം ഡിറ്റാച്ച് ചെയ്യുന്നു. നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത ഒരു ഇൻപുട്ട് മതി, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ VCCയും ഗ്രൗണ്ടും അവിടെ തന്നെ വെക്കുക. ഒരു ഇൻപുട്ട് മതി. ഒരു ഇൻപുട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് റിമൂവ് ചെയ്യണം. ഒരു ഇൻപുട്ടുണ്ട്, ഇനി ഒരു ഔട്ട്പുട്ട് 3 കൊടുക്കാം. ഇൻപുട്ട് എങ്ങനെയാണ്? ഒരു നാൻ ഗേറ്റിൻ്റെ 2 ഇൻപുട്ടുകൾ പരസ്പരം ഷോർട്ട് ചെയ്യും. അതായത് 1ഉം 2ഉം ഷോർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഒരു ഇൻപുട്ട് സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. 1ഉം 2ഉം ഷോർട്ട് ചെയ്യുന്നു, അതൊരു ഇൻപുട്ട് സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. 3 ഔട്ട്പുട്ടാണ്, അത് ഔട്ട്പുട്ട് LED കൊടുത്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണെന്നുള്ളത്. വെരിഫൈ ചെയ്യുമ്പോൾ ഒന്ന് നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വെക്കാം. ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓൺ ചെയ്യാൻ പോകണം. ഇത് 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 ഔട്ട്പുട്ട് ഉണ്ട്, കറക്റ്റാണ്. ഇനി 1 കൊടുത്ത് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഇല്ല, 0 ആണ്. അപ്പോൾ ഇത് നോട്ട് ഗേറ്റ് കറക്റ്റാണ്.
നമ്മൾ നാൻ ഗേറ്റ് ഐ സി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നോട്ട് ഗേറ്റ് പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റായ നാൻഡ് ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതും നമുക്ക് ടേബിളിലേക്ക് എൻ്റർ ചെയ്യണം. ഇവിടെ എഴുതിയിട്ടുണ്ട് നോട്ട് ഗേറ്റ് യൂസിങ് നാൻ ഗേറ്റ് എന്നൊരു കോളമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻപുട്ട് 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്, ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്, ഇത് കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റായ നാൻഡ് ഉപയോഗിച്ച് ആൻഡ്, ഓർ, നോട്ട് എന്നീ ബേസിക് ഗേറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നോർ ഗേറ്റ് ഉപയോഗിച്ചും ആൻഡും ഓറും നോട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലാബിൽ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നോർ ഗേറ്റും ഉപയോഗിച്ച് ആൻഡും ഓറും നോട്ടും ചെയ്ത് നോക്കുക. അതിനുശേഷം അത് ഒബ്സർവേഷൻ കോളത്തിൽ എഴുതുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻ ഗേറ്റ് എന്നുള്ളതിൻ്റെ താഴെ റൈറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട് ആൻ ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ്സ്. അപ്പോൾ 0 കൊടുത്താൽ എന്താണ് കിട്ടുന്നത്, 1 കൊടുത്താൽ എന്താണ് കിട്ടുന്നത്, ആ കംപ്ലീറ്റ് കോമ്പിനേഷൻസ് ഇവിടെ എഴുതുക. ഇതേപോലെ ഓർ ഗേറ്റ് ചെയ്യുക, അത് ഇവിടെ എഴുതുക. ഓർ ഗേറ്റ് എന്നുള്ളതിൻ്റെ ഹെഡിങ്ങിന് താഴെ എഴുതുക ഓർ ഗേറ്റ് യൂസിങ് നോർ ഗേറ്റ്സ്. ഇവിടെ 0 എന്തായിരിക്കും, 01 എന്തായിരിക്കും, 10 എന്തായിരിക്കും, 11 എന്തായിരിക്കും, ഇത് കറക്റ്റായിട്ട് എഴുതുക. ഇതേപോലെ നോട്ട് ഗേറ്റും ലാസ്റ്റ് 0 കൊടുക്കുമ്പോൾ എന്ത് വരുന്നു, 1 കൊടുക്കുമ്പോൾ എന്ത് വരുന്നു, യൂസിങ് നോർ ഗേറ്റ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എക്സ്പെരിമെൻറ്റുമായി വീണ്ടും വരാം. ഓക്കെ.